പ്രതാപേട്ടൻ, ഞാൻ ആ പവിത്രയെന്ന് ഉറപ്പിച്ചതിന് ശേഷമുള്ള വിളിയാ. അയ്യോ, എന്തൊക്കെ ചോദിക്കും, ഞാൻ എന്തൊക്കെ പറയും? പ്രതാപ, പവിത്ര ഒരു പാവം സ്ത്രീയാ. വളരെ നല്ലവളും സംസ്കാരമുള്ളവളുവാ. നീയേ അവളെ വീട്ടിൽ ചെന്നൊന്ന് കാണണം. അതിനെന്താ, ഞാൻ പോവാം. ഒറ്റയ്ക്കല്ല, ചേച്ചി കൂടി എന്റെ കൂടെ വരണം. ഞാൻ വരാം പ്രതാപ. അച്ഛൻ ഈ കാര്യത്തിൽ ഇന്നസെന്റാ. പക്ഷെ അംബിക ഇത് ആകെ വഷളാക്കും. ദൈവമേ, ഇതെങ്ങനെ പരിഹരിക്കും? ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. ഇനി എന്ത് ചെയ്യും രാജു? അത് എന്നോടാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യും രാജു എന്ന്? വലിയ ജീനിയസ് അല്ലേ? എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള ബുദ്ധി നിനക്കുണ്ട്. പിന്നെ എന്തിനാ ഈ പാവത്തിനോട് ചോദിക്കുന്നത്? എന്നെ വിട്ടേക്ക്. എന്താ രാജു ഇങ്ങനെ? എങ്ങനെ? സ്വയം വരുത്തി വെച്ചല്ലേ, അനുഭവിക്കാനാ പറഞ്ഞ. രാജു, നല്ല ഉദ്ദേശത്തോടെ അല്ലേ ഞാനത് ചെയ്തത്. എന്നിട്ട് ആ നല്ല ഉദ്ദേശം വല്ലതും നടപ്പായോ? പറ. എന്റെ അച്ഛനും അമ്മയും സ്ഥിരം പറയുന്ന ഒരു പഴമൊഴിയുണ്ട്, വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറിയെന്ന്. ഇതിപ്പോ അങ്ങനെയല്ലേ? അംബിക എന്നിട്ട് കുറ്റം പറയുന്നു. അവരെക്കാൾ ക്രൂരമായ പ്രവൃത്തിയല്ലേ വർമ്മസാറിന്റെ മകള് ചെയ്തത്? സ്വന്തം അച്ഛനെ തന്നെ ചീറ്റ് ചെയ്യാ. രാജു, അച്ഛനും അമ്മയും കൂടി ഒരുമിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ലേ രാജു ഞാനിങ്ങനെ ചെയ്ത? ആഗ്രഹമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ ചെയ്തതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താ? ഈ പവിത്ര എന്നതൊരു ഭാവന മാത്രമാണെന്നും ഡയറിയിൽ നോക്കി വിളിച്ചുകൊണ്ടിരുന്നത് സ്വന്തം ഭാര്യയാണെന്നും സാർ അറിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത്തരം ഒരു ചതിയുടെ പിന്നില് സ്വന്തം ഭാര്യയും മരുമകനുമാണെന്ന് അറിഞ്ഞാലോ? എന്താ ഭാര്യയും ഭർത്താവും തമ്മില് വഴക്കാ? വല്ലപ്പോഴൊക്കെ വഴക്കിടുന്നത് നല്ലതാ. വഴക്ക് കഴിഞ്ഞുള്ള സ്നേഹത്തിന് നല്ല മധുരം ഉണ്ടാവും. ഈ ഋതു ചെയ്തു വെച്ച് എന്താണെന്ന് മാഡത്തിന് അറിയോ? ഒരു കഥകളിയില്ലേ, എന്തോ ഹംസയോ ഹനീഫയോ? ഹംസയോ ഹനീഫയോ ഒന്നുമല്ല, ഹംസം. നളചരിതം കഥയാ. ആ, അതിലെ ഹംസത്തിന്റെ പണിയാ. ഞാൻ വിശദീകരിച്ച് പറയാം. കുറ്റം പറയേണ്ട രാജു. അച്ഛനും അമ്മയും ശത്രുക്കളായി നിൽക്കുന്നത് കാണുമ്പോ ഒരു മകൾക്കുണ്ടാവുന്ന വേദന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കൂടല്ലേ? നിങ്ങൾ തമ്മിൽ വഴക്കൂടുന്ന കാണാൻ ഒട്ടും സുഖമുള്ള കാര്യമല്ല. അതങ്ങ് മറന്നേക്ക്. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരും കൂടി എത്രയും പെട്ടെന്ന് ആ ദീപകിനെ പിടിച്ച് പ്രതാപേട്ടന്റെ മുന്നിൽ കൊണ്ടുവാ. അപ്പോ അംബികൊന്ന് ഒതുങ്ങും. അച്ഛനാ? ആ, ഹലോ അച്ഛാ. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എവിടെയാ മക്കളെ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്, വർമ്മ സാറിന്റെ വീട്ടില്. എന്നാ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇവിടം വരെ ഒന്ന് വരാവോ? വരാച്ചാ. ശരിടാ. നാളെ രാവിലെ ഒന്ന് വീട് വരെ ചെല്ലാവൂന്ന. എന്തെങ്കിലും അത്യാവശ്യം കാണും.
പ്രതാപേട്ടൻ. ഞാൻ ആ പവിത്രയെന്ന് ഉറപ്പിച്ചതിന് ശേഷമുള്ള വിളിയാ. അയ്യോ, എന്തൊക്കെ ചോദിക്കും, ഞാൻ എന്തൊക്കെ പറയും. ഹലോ. അല്ല, സിസ്റ്റർ എന്താ തിരക്കിലാണോ? അയ്യോ അല്ല, പിന്നെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ ഇത്ര താമസം? അത് ഫോൺ ചാർജിനിട്ടിരിക്കുമായിരുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി സിസ്റ്ററെ. ഞാൻ വിളിച്ചപ്പോൾ ഒന്നല്ല 2 പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് വന്നില്ലേ. കുട്ടികൾ വീട്ടിലേക്ക് കൊണ്ട് വിടുമായിരുന്നല്ലോ, പിന്നെന്താ വഴിക്ക് വെച്ച് ഇറങ്ങിപ്പോയത്? അത് ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ വളരെ വാചാലമായി സംസാരിച്ചല്ലോ. ഇപ്പോഴെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല സർ. വഴിക്ക് ഇറങ്ങിയത് എനിക്ക് ടൗണിൽ 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാ. എന്തായാലും ഒരു വലിയ കടപ്പാടിന്റെ പേരിൽ തന്നെയാണെങ്കിലും സിസ്റ്റർ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. സിസ്റ്റർ വലിയ അഭിമാനിയാണെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷേ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് എന്നോട് പറയണം. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചേച്ചിയോട് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ദേവി ഇത് അന്യരായി കാണരുത്. എന്തായാലും ഞാനും ചേച്ചിയും കൂടി അടുത്ത ദിവസം തന്നെ സിസ്റ്ററുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അയ്യോ വേണ്ട. വേണം, എതിരൊന്നും പറയരുത്. ഞങ്ങൾ വരും. ശരി, എന്നാ ഇപ്പൊ ഞാൻ ഫോൺ വയ്ക്കാം. അല്ല, ഈ ഹരീഷും ശ്രീലക്ഷ്മി തമ്മിൽ നല്ല ടേംസിലല്ലായിരുന്നു? അതിന് അവളും അവനും തമ്മിലെ പ്രശ്നമെന്ന് സാവിത്രി ആന്റി പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഈ രുക്മിണി പ്രശ്നക്കാരിയാണെന്ന് ആർക്കടി അറിയാൻ പാടില്ലാത്തത്? അവളെ നമുക്ക് എല്ലാവർക്കും എത്ര കാലമായിട്ടറിയാം. അതെ, അത് അവൾക്കും അറിയാലോ. എന്നിട്ടല്ലേ അവൾ അവരെ എടുത്ത് തലയിൽ വെച്ചത്. അനുഭവിക്കട്ടെ. കൂടപ്പിറപ്പുകളായ എന്നോടും രാജുവിനോടും പെരുമാറിയത് പൊയ്ക്കോട്ടെ. ഋതുമോളോടും വർമ്മ സാറിനോടും കാണിച്ചതും ക്ഷമിച്ചേക്കാം. പക്ഷെ പെറ്റമ്മയോട് അവള് കാണിച്ചത് നമുക്ക് പൊറുക്കാൻ പറ്റുന്നതാണോ? അത് ശരിയാ പ്രിയ പറയുന്നത്. അതും ഈ പാവരാധമ്മയോട്. എന്റെ അമ്മ തകർന്നു നിന്നത് കണ്ടത് ഞാനാ. അമ്മയെ പോലീസ് സ്റ്റേഷനിൽ വരെ അവള് കയറ്റിയില്ലേ? അവൾ ഒരു മകളാണോ? അമ്മ ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറായില്ലേ? രാജു അച്ഛനും കൂടെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മ ഇന്ന് ഉണ്ടാവുമായിരുന്നോ?